നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തായാലും നിരഞ്ജൻ വരട്ടെ, എന്നിട്ട് ആലോചിക്കാം. ആ, ഞാനൊരു ടാക്സി എടുത്തങ്ങ് എത്താം. ഇപ്പൊ തന്നെ വരാം. ഹലോ, എന്തുകൊണ്ട് ഡോക്ടറെ? മുറിവൊക്കെ ശരിക്കും ഉണങ്ങിയോ? എന്താ, സാന്താക്ലോസിന്റെ മുഖംമൂടി വെച്ച് പുതിയ ആരെയെങ്കിലും ഇറക്കാനായിട്ട് പദ്ധതി ഉണ്ടോ? അയ്യോ, എനിക്ക് അത്ര ഒരു പദ്ധതിയുമില്ല. ആ ആക്രമണത്തില് എനിക്കൊരു പങ്കുമില്ല. വിശാലിന്റെ രീതി അതല്ല. എന്താണ്, സിറ്റിയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുന്നതാണല്ലോ. കൺസൾട്ടേഷന് പോയതാണോ, അതോ ജോലി തേടി പോയതാണോ? വിശാലെ, അത് വിശാൽ അറിയേണ്ട കാര്യമില്ല. ചോദിച്ചതേ ഉള്ളൂ. ഒരു തൊഴിൽ രഹിതന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ഫെയിമിന്റെ വെള്ളി വെളിച്ചത്തിൽ നിന്നൊരു ഡോക്ടർ കൊമ്പും കുഴലും ഊരി വെച്ച് പഠിച്ച തൊഴിലും അറിവും മാറാപ്പിലിട്ട് ഇങ്ങനെ അലയുന്നതിന് പിന്നിലെ ഗതികേട് എന്റെ പപ്പ അനുഭവിക്കുന്നത് കുട്ടിക്കാലത്ത് ഞാൻ കണ്ടതാ. എന്റെ ആ പഴയ ഓഫർ അന്ന് ഡോക്ടർ നിരഞ്ജൻ ജയിലിൽ കിടന്നപ്പോ ഞാൻ വന്ന് കണ്ട് വച്ചു നീട്ടിയ ആ ഓഫർ അതിപ്പോഴും നിലവിലുണ്ട് കേട്ടോ. ഞാൻ തുടങ്ങാം ഒരു ഹോസ്പിറ്റല്. ഡോക്ടർ നിരഞ്ജന് ഉറപ്പുള്ളൊരു കസേര അവിടെ ഉണ്ടാവും. ഇതിനുള്ള മറുപടി അന്നേ ഞാൻ പറഞ്ഞാണല്ലോ. മൾട്ടിപ്പിൾ ഡാഡി അല്ല എനിക്ക്, ഒറ്റ തന്തയാ. സാമ്പ്രാണിക്കുടി കായലിലെ ഉപ്പുവെള്ളത്തിൽ മുങ്ങിപ്പോയ കരളുറപ്പുള്ളൊരു മനുഷ്യൻ. നയമ്പ് പിടിച്ച കയ്യിൽ മാത്രമല്ല, ഇടനെഞ്ചിലും കരുത്തിന്റെ തഴമ്പുള്ള ഒരാൾ. അതുകൊണ്ട് നിലപാടുകളിൽ വെള്ളം ചേർക്കാറില്ല, ഐസ് ക്യൂബുകൾ ഇടാറുമില്ല. എന്റെ പപ്പയ്ക്ക് സംഭവിച്ച അതേ വിധിയുടെ വഴിയിലൂടെയാണ് ഡോക്ടർ നിരഞ്ജന്റെ സഞ്ചാരവും. കാരണക്കാരൻ ഡോക്ടർ ജയശങ്കറും. ശ്രുതിമോളെ നന്നായി നോക്കുന്നതിന്റെ പേരിൽ ഡോക്ടർ നിരഞ്ജനോട് എനിക്ക് മതിപ്പുണ്ട്. എന്റെ മകളെ ഞാൻ നന്നായി നോക്കുന്നതിന് എനിക്ക് ആരുടെയും കോംപ്ലിമെന്റ് ഒന്നും വേണ്ട. താലി കെട്ടിയ പെണ്ണിന്റെ സ്വന്തം ഭാര്യയുടെ പാതിവൃത്യം സംരക്ഷിക്കാൻ പാടുപെടുന്ന ആ മനസ്സിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളോട് മാത്രം ഒരല്പം ദയ എന്റെ രക്തത്തിലുണ്ട്. അതുകൊണ്ടാണ് അവസരങ്ങൾ പലതുണ്ടായിട്ടും ഒറ്റയടിക്ക് തീർത്ത് കളയാതിരുന്നതും. ഇപ്പോ വീണ്ടും ആശുപത്രിയുടെ ഓഫർ വെച്ചതും. രക്തം, ദയ. അജ്ഞാതരായ അക്രമി സംഘത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചോര വാർന്ന് നടുറോഡിൽ കിടന്ന നിന്നെ ആശുപത്രിയിൽ എത്തിച്ചത് ആരാണെന്ന് നിനക്കറിയാമോ? ഈ ഞാനാ. എന്റെ ഞരമ്പിലെ ചോരയാ അന്ന് നിനക്ക് ഊറ്റി തന്നത്. കണ്ടില്ലെന്നടിച്ച് എനിക്ക് പോകായിരുന്നു. എങ്കിൽ നീ എന്ന ശത്രു എന്നേക്കുമായി തീർന്നേനെ. പക്ഷേ ഞാൻ ചെയ്തത് ഒരു ഡോക്ടറുടെ കടമയാണ്. ഒരിക്കലും ഈ രഹസ്യം പറയരുത്, നീ അറിയരുത് എന്ന് ഞാൻ ഓർത്തതാ. പക്ഷെ നീ പറയിപ്പിച്ചു. എന്റെ ചോര ഞരമ്പിൽ ഓടുമ്പോ നിനക്ക് ആ രക്തഗുണം ഉണ്ടായല്ലേ പറ്റൂ. പറട്ടെ.
എന്താ ശരത്തുമോനെ ഇത്? ഫ്രൂട്ട്സ് ആണ് മുത്തശ്ശി. ആപ്പിളും മാതളും ഒക്കെ ഉണ്ട്. ജ്യൂസ് ആക്കി നിത്യക്ക് കൊടുക്കാന്. എന്റെ മോൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, ഒരു പ്രയോജനവും ഇല്ലാതെ. പ്രയോജനം ഇല്ലാന്നു ആ എന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞേ? എന്റെ നെത്തിക്കുട്ടി എഴുന്നേറ്റ് നടക്കുന്നതിനെക്കാട്ടിലും വലിയൊരു സ്വപ്നം എനിക്ക് ജീവിതത്തിലുണ്ടോ? ദാ അമ്മേ, കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ടുണ്ട്. ഞാൻ മീൻ നോക്കിയായിരുന്നു, പക്ഷേ നല്ലതൊന്നും ഇല്ലായിരുന്നു. ശരത്ത് ശരിക്കൊരു കുടുംബസ്ഥനായല്ലോ. ഇതൊന്നും അനുഭവിക്കാനുള്ള യോഗം എന്റെ കൊച്ചിന് ഇല്ലാതെ പോയല്ലോ. മുത്തശ്ശി എന്നൊന്നും പറയാതെ നിത്യ എഴുന്നേറ്റ് നടക്കും. ഞങ്ങള് ആഗ്രഹിച്ച പോലെ ജീവിക്കുകയും ചെയ്യും. അല്ല, അച്ഛനവിടെ പോയി? അച്ഛനാരെയോ കാണണമെന്ന് പറഞ്ഞു പുറത്തേക്ക് പോയതാ. ഞാനെന്ന് നിത്യക്കുട്ടി ഒന്ന് കാണട്ടെ. ശരി മോനെ. ഏഴ് പ്രാവശ്യം പരാജയപ്പെട്ടിട്ടും അത് വകവയ്ക്കാതെ എട്ടാമത് വീണ്ടും ശ്രമിച്ച് വല നെയ്ത് വിജയിച്ച ഒരു ചിലന്തിയുടെ പരിശ്രമത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് യുദ്ധം ജയിച്ച രാജാവിന്റെ കഥ മോള് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാ മോളെ നമ്മുടെ കാര്യം. ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. എന്റെ മോള് സംസാരിക്കും, എഴുന്നേറ്റ് നടക്കുകയും ചെയ്യും. ഒരിക്കലും പൊട്ടാതെ വല നെയ്യുന്ന ചലന്തിയെ നീ കണ്ടിട്ടുണ്ടോടി ദേവികെ? ഞാൻ നെയ്യുന്ന വലകളൊന്നും ഒരിക്കലും പൊട്ടാറില്ല. കുറച്ച് അധികം നേരം കാത്തിരിക്കേണ്ടി വന്നാലും ഇരകൾ എഴഞ്ഞു വന്ന് അതിൽ വീഴുകയും ചെയ്യും.